ഇവിടുത്തെ ആ ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ക്ലാരിഫൈ ചെയ്യാനുള്ളത്? എന്തെങ്കിലും നടപടികൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ടോ? ഈ അന്വേഷണം എങ്ങനെ പോകുന്നു? ആ വൈദ്യുതി ലൈനായിരുന്നു ഈ അപകടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷം ഇന്നലെ ഈ പ്രദേശത്താകെ വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു ലൈൻ കണക്ഷൻ ഉണ്ട്. അത് വിച്ഛേദിച്ച ശേഷം പ്രദേശത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി എത്തിക്കാൻ വേണ്ടി ഒരു ക്രമീകരണമാണ് ഇന്നലെ KCBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അല്ലാതെ ഈ സ്കൂളിലെ അപകടമുണ്ടാക്കിയ വൈദ്യുതി ലൈൻ പൂർണ്ണമായും അഴിച്ചുമാറ്റുന്നൊരു നടപടിയല്ല. ഇന്ന് രാവിലെ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇവിടേക്ക് എത്തിയപ്പോൾ, ചെയർമാൻ ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി 3 ദിവസത്തിനുള്ളിൽ, അതായത് അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ വൈദ്യുതി ലൈൻ ഉടന്ന് അഴിച്ചു മാറ്റണം എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വൈദ്യുതി ലൈൻ ഒഴിച്ചു മാറ്റിയിട്ടില്ല. സമീപത്തെ വീട്ടിലേക്കുള്ള ഒരു കണക്ഷൻ മാത്രമാണ്, ഒരു വൈദ്യുതി ബന്ധം മാത്രമാണ് വിച്ഛേദിച്ചിട്ടുള്ളത്. ഇപ്പോഴും അപകടമുണ്ടാക്കിയ ലൈൻ അവിടെ തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ KCBയുടെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ആ ലൈൻ അവിടെ നിന്ന് മാറ്റുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രി V ശിവൻകുട്ടിയും KN ബാലഗോപാൽ അടക്കമുള്ള ആൾക്കാർ ഈ സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെത്തി ആദ്യം അപകടമുണ്ടായ ആ സ്ഥലത്ത് എത്തി, ആ സൈക്കിൾ ഷെഡിന് മുകളിലെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു. അവിടുത്തെ എന്താണ് സംഭവിച്ചെന്നുള്ളത് മാനേജ്മെന്റ് അടക്കമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ധനമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ V ശിവൻകുട്ടി മന്ത്രിയെ, വിദേശ മന്ത്രിയെ അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം ക്ലാസ് മുറിയിലേക്ക് എത്തി. അപകടം സംഭവിച്ച മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ട ആ ക്ലാസ് മുറിയിൽ, ആ അപകടമുണ്ടാക്കിയ ക്ലാസ് മുറിയിലെത്തി കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പിന്നീട് അധ്യാപകരോട് അദ്ദേഹം സംസാരിച്ചു. അധ്യാപകരോട് വളരെ കുറച്ചു നേരമാണ് സംസാരിച്ചത്. അവിടുത്തെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള തീരുമാനത്തിലേക്ക് ആ ഒരു പ്രഖ്യാപനം അധ്യാപകരുടെ മീറ്റിംഗിൽ നടത്തുകയുണ്ടായി. അധ്യാപകർക്ക് മാത്രമല്ല, വരും ദിവസങ്ങളിൽ 3 ദിവസത്തിനുള്ളിൽ ഒരു മാനേജ്മെന്റ് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനേജ്മെന്റിന് എന്ത് വീഴ്ചയാണ് ഉണ്ടായത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റിനെതിരെയുള്ള നടപടിയും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മന്ത്രി J ചിഞ്ചുറാണിക്കെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം SDPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ പ്രതിഷേധ പ്രകടനവുമായി എത്തി. മന്ത്രി J ചിഞ്ചുറാണിയുടെ കോലം കത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. മന്ത്രിയുടെ വാക്കുകൾ, ഇന്നലെ പറഞ്ഞ വാക്കുകൾ അസ്ഥാനത്തായിരുന്നു. അതുമാത്രമല്ല, അത് ജനങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിഷമത്തിലാക്കിയ, ഒരു കുഞ്ഞിന്റെ മരണമുണ്ടായ സമയത്ത് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായി. മാത്രമല്ല, അതിനുശേഷം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ വ്യക്തി അവിടെ CPIയുടെ എറണാകുളം സമ്മേളനത്തിന്റെ ഭാഗമായി അവിടെ ഡാൻസ് കളിക്കൊക്കെ തന്നെ ചെയ്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ SDPI പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചത്. ഇപ്പോൾ പ്രതിഷേധ കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ധനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടേക്ക് വരുന്ന സമയത്ത് തേവലക്കരയിൽ വെച്ച് RYF പ്രവർത്തകർ, RSPയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ചവറ, അതുപോലെ തന്നെ കുന്നത്തൂർ എന്ന് പറയുന്ന ഈ 2 മണ്ഡലങ്ങൾ. അവിടെ RYFന് ശക്തമായ സ്വാധീനമുണ്ട്. അവിടുത്തെ RSPയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുമോഹൻ, ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലട അടക്കമുള്ള ആൾക്കാർ അവിടെ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുന്ന സ്ഥിതി ഉണ്ടായി. അദ്ദേഹത്തെ ശാസ്താംകോട്ട പോലീസ്, അവരെ 3 പേരെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. അല്പസമയത്തിനുള്ളിൽ മുമ്പാണ് അദ്ദേഹം മിഥുന്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യുതി വകുപ്പിന്റെ കാര്യങ്ങൾ ഇന്ന് വൈകിട്ടത്തോടുകൂടി റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം വരും ദിവസങ്ങളിൽ മാത്രമാകും ഉണ്ടാകുക. പോലീസിന്റെ അന്വേഷണം തുടങ്ങാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായി 2 DYSPമാരുടെ നേതൃത്വത്തിൽ പുനലൂരിലെയും ശാസ്താംകോട്ടയിലെയും 2 DYSPമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ തടയാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷമായിരിക്കും മറ്റുള്ള ഈ അപകടം സംബന്ധിച്ച ഒരു എൻക്വയറിയിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തുതന്നെയായാലും അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്.